നമ്മൾ ഇതിൽ പറയുന്ന പ്രതികരണങ്ങൾ അത് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല കോൺഗ്രസ് നേതൃത്വവും മനസ്സിരുത്തി കേൾക്കേണ്ടതാണ് എന്നൊരു കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഈ സൈബർ ഇടത്തിലെ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു ഭാഷാ ദാരിദ്ര്യം നമ്മളെ സംബന്ധിച്ചില്ല. ആ ഒരു ഭാഷാ ദാരിദ്ര്യമില്ല. കാരണം സൈബർ ഇടത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ മാധ്യമപ്രവർത്തകരെ തന്നെ അപമാനിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇരട്ടപ്പേരുണ്ടല്ലോ, അതൊക്കെ യഥേഷ്ടം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചർച്ചകളിൽ വന്ന് നമ്മളോട് പറയുന്നവരുണ്ട്, എപ്പോഴും നമ്മളെ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യുന്നവരുണ്ട്. ഞാനൊന്നും ഒരിക്കൽ പോലും ആ വാക്ക് അറിയാതെ പോലും ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അത് നമുക്കെതിരെ ആയതുകൊണ്ടല്ല, അങ്ങനെ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിൻ്റെതായ ഒരു സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ രോഷപ്രകടനം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം എല്ലാം ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ മുൻനിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം അങ്ങേയറ്റം വലിയ വാഗ്വാദത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ മോശം വാക്ക് അത് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം. ഇത് ഈ സൈബർ ഇടത്തിൽ ഒരു മേധാവിത്വം സ്വീകരിച്ചുകൊണ്ട് ഒരു സംഘം അങ്ങ് പ്രവർത്തിക്കുകയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവർ വിശദമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മളിപ്പോൾ പറയുന്നത് എന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ പറഞ്ഞു വരുമ്പോൾ അവർക്കും അത് ബോധ്യമാകുന്നുണ്ട്. ഈ തരത്തിൽ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രകടനം നടത്തരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് വരെ നേതാക്കൾ പറയുകയാണ്. അതിനുശേഷം ഈ പ്രകടനം നടക്കുന്നു. ഈ പ്രകടനത്തിന് ശേഷം ഇതേ നേതാക്കൾ വീണ്ടും ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ട നേതാക്കൾ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിൽ സൈബർ ഇടത്തിൽ ഇവരുടെ പോരാളികളാണ് എന്ന് അഭിനയിച്ചു നിൽക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ഈ വ്യക്തികൾ അവരുടെ ചൊൽപ്പടിക്കാണോ ഈ നേതാക്കൾ, അതോ അവരെ ഭയക്കുന്നു? അവരാണ് നിങ്ങൾക്ക് ഈ ജനപിന്തുണ നേടിത്തരുന്നത് എന്നൊരു തെറ്റായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ നയിക്കുന്ന സമരങ്ങൾ, നിങ്ങൾ നടത്തുന്ന സമരങ്ങൾ അതൊക്കെ വളരെ നന്നായി തന്നെ നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ഗേവാറുമായി ബന്ധപ്പെട്ട് പാലക്കാട് നടക്കുന്ന സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത സമരമാണ്. ശക്തമായ സമരത്തിൽ നിങ്ങളുടെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ അതേപടി കൊടുക്കുകയും അതിലൊരു നിലപാടെടുത്ത് ഞങ്ങളും ആ നിലപാടെടുത്ത് സംസാരിച്ചിട്ടും ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, പ്രതിപക്ഷത്തെ യുവജന സംഘടനയാവുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ നടപടികളും നിലപാടുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ, സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സൈബർ ഇടത്തിൽ ഈ പോരാളികൾ എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയങ്ങൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? അതായത് നിങ്ങൾ എടുക്കുന്ന സമര വിഷയങ്ങൾ എത്രത്തോളം അഡ്രസ്സ് ചെയ്ത് ഇവർ സൈബർ ഇടത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അവരതല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എതിരഭിപ്രായമുള്ള മാധ്യമപ്രവർത്തകർ നടത്തുന്ന ചർച്ചകൾ, അതിലെ ചില ഭാഗങ്ങളെടുത്ത് മാധ്യമപ്രവർത്തകരെ അപമാനിക്കാൻ മുൻകൈയെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്കെതിരെ ആക്രമണം നടത്തുക, അതിലൂടെ നിങ്ങൾക്ക് അതിൽ ഒരു ഗുണമുണ്ടാകുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതല്ല. നിങ്ങളെ പാലക്കാട് ജയിപ്പിച്ചതും അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ നിങ്ങളെ ആളുകൾക്കിടയിൽ സ്വീകാര്യനാക്കിയതും ഈ പറയുന്ന ചെറിയ സംഘമല്ല എന്ന ഒരു കണ്ണ് തുറക്കൽ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടാകണം. നിങ്ങൾ വളരെ ദുർബലരായി, ബലഹീനരായി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് ദുഃഖം തോന്നുന്ന കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യത്തിലാണ് നിങ്ങൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാതെയാണ് ഒരു സംഘം ഇവിടെ വന്ന് ഞങ്ങളുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയപ്പോൾ ഈ പറയുന്ന നിയമമാർഗം ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ ഈ കാര്യം നിങ്ങൾ മനസ്സിരുത്തി പരിശോധിക്കേണ്ടതാണ്. ഇതൊരു രാഷ്ട്രീയ യുവജന സംഘടന, ഒരു സംഘടനയ്ക്ക് മാത്രം മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഈ തരത്തിൽ പ്രവർത്തിക്കുന്ന ആരുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമപ്രവർത്തനത്തെ തടയാൻ, മാധ്യമപ്രവർത്തകരുടെ വായിൽ കയറി പറയാത്ത വാക്കുകൾ നിങ്ങളത് പറഞ്ഞു എന്ന രൂപത്തിൽ അപമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആര് ശ്രമിച്ചാലും അതിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കും. ഞങ്ങൾക്ക് പറയുന്നത് തുടരുകയും ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ ഏതെങ്കിലും പൊതുസമൂഹത്തിലുള്ള വ്യക്തികളെയോ അപഹസിച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ടോ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളല്ല. കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകനും മാധ്യമപ്രവർത്തകയും എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സമയം നമ്മൾ അരമണിക്കൂർ ചെലവഴിച്ചത്. ശ്രീ ആന്റോ അഗസ്റ്റിൻ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം സ്മൃതി, പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിനെതിരാണ് റിപ്പോർട്ടർ TV എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സംഘം കുറച്ച് നാളുകളായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് പറയുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞ 2024 പിന്നെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയം 123 ദിവസമാണ് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി മീറ്റ് എഡിറ്റേഴ്സ് ചർച്ച ചെയ്യുന്നുള്ളത്. ഈ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം. കേരളത്തിലെ ഒരു ചാനലുകളും, ഇന്ത്യയിലെ ഒരു ചാനലുകളും, ഒരു പ്രസ്ഥാനങ്ങളും 279 സീറ്റ് മേടിച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞ കാലത്ത് 279 സീറ്റ് മേടിച്ച് 280ഓളം സീറ്റിലധികം മേടിച്ച് അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞ ഏക ചാനൽ റിപ്പോർട്ടർ TV ആണ്. എത്രയോ നാളുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതൊന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ കാണാതെ പോകണ്ട എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർപ്പിക്കുകയാണ്.